ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദോശ വീഡിയോ. ഞാനൊരു ദോശക്കല്ലിലും മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഇളക്കാൻ വേണ്ടി കിടന്ന് കുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അത് പൊടിയും, എന്തായാലും അത് നല്ലപോലെ കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. പകരം അതേ മാവ് ഞാൻ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. പാനിൽ ഈസി ആയിട്ട് ദോശ ഇളകി വന്നിട്ടുണ്ട്. അതാണ് പാനിൻ്റെ പ്രത്യേകത. അതെല്ലാവർക്കും അറിയാം, ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ഈ ദോശക്കല്ലിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഇത് സാധാ ദോശയല്ല, ഉഴുന്നും റവയും കൂടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ കല്ലിൽ കിട്ടുമോ എന്നൊരു പ്രശ്നം തോന്നിയത്. കാരണം കുറേ ദിവസമായിട്ട് ഞാൻ ഇതിൽ ദോശ ഉണ്ടാക്കാറില്ല. അപ്പോൾ കുറേ ദിവസം ദോശ ഉണ്ടാക്കാതിരിക്കുമ്പോൾ നമ്മുടെ കല്ലുകൾ ഇങ്ങനെ പണി മുടക്കും. അതിനുള്ള പ്രതിവിധിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇങ്ങനെ വരുന്ന സമയം ഒന്നിൽ നമ്മുടെ ഉപ്പ് ഒരു തുണിയിൽ കിഴികെട്ടി ഇങ്ങനെ ഈ കല്ലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ദോശ ചുടുക. അല്ല എങ്കിൽ നമ്മൾ തലേ ദിവസമേ ഈ കല്ലിനെ കഴുകി ഉണക്കി എണ്ണ പുരട്ടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ചുടാൻ നേരത്ത് ഒരു മുട്ട ആദ്യം ഉപ്പ് തേച്ചതിന് ശേഷം ഒരു മുട്ട ഇതിൽ ഫുള്ളായിട്ട് പൊരിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ദോശ ചുടുകയാണെങ്കിൽ ഇതുപോലെ ഇളകാൻ ബുദ്ധിമുട്ടില്ലാതെ ഇളകും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ലെണ്ണ തന്നെ ദോശക്കല്ലിന് ഉപയോഗിക്കണം. ഞാനും നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ എണ്ണ ആട്ടിയത് കാരണം കുറച്ച് സാധാ വെളിച്ചെണ്ണയാണ് ഞാൻ ഇന്ന് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ്